എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റൂല, എന്താണെന്നറിയില്ല. ഇതൊരു കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഇന്ന് നേരെ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. പച്ചമീനൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട്. മാത്തുന്റെ ഫേവറേറ്റ് ആണോ? എന്റെ കേക്കിന്റെ പേര് ഞാൻ മറന്നു. എന്തോ ഒരു കേക്കാണ്. മാത്തുന്റെ കുറച്ച് പോംസ് അടിച്ച് മാറ്റട്ടെ. അതിന് ശരിക്കും പറയണ പേര് വീനർ സ്നിറ്റ്സൽ എന്നാണ്. പറഞ്ഞാലും ചോറും ചമ്മന്തിയും പരതോരനൊക്കെയാണ് ഞങ്ങൾക്ക് താല്പര്യം. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് നമ്മുടെ സ്വീഡിഷ് ഫർണിച്ചർ ബ്രാൻഡായ ഇക്കയില്ലേ, നാട്ടിൽ കേട്ടിട്ടുണ്ടാവും. ജർമ്മനിയിൽ അതിനെ ഇക്ക എന്നാണ് പറയുന്നത്, പക്ഷേ ഇംഗ്ലീഷിൽ ഐക്യ എന്ന് പറയും. അവരുടെ ഡിസൽഡോഫിലെ ഷോറൂമിലാണ് ഞങ്ങളിന്നുള്ളത്. ഇതൊരു ഫർണിച്ചർ ഷോപ്പല്ല, ഒരു വലിയ ഷോറൂമാണ്. നമ്മുടെ ഒരു വീടിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും അല്ലേ. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അച്ഛനെയും അമ്മയും ഒഴിച്ച് എല്ലാം കിട്ടും. അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇരുന്ന സ്ഥലം അവരുടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന സംഭവമാണ്. ഒരു ബെഡ്റൂം അവർ അല്ലാതെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം. ഇവിടെ എന്താ വെച്ചാൽ എല്ലാം ഒരു റൂമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു കിച്ചൺ ആണെങ്കിൽ ഫുൾ കിച്ചണായിട്ട് സെറ്റ് ചെയ്തേക്കും. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു കിച്ചൺ സെറ്റ് ചെയ്യേണ്ടതെന്ന്. പിന്നെ അതിൻ്റെ ഫുള്ള് പ്രൈസൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ അതുപോലെ ബെഡ്റൂം, ടോയ്ലറ്റ്, എല്ലാം, ലിവിങ് റൂം, ഒരു വീട് മൊത്തത്തിൽ എങ്ങനെയാണോ സെറ്റ് ചെയ്യേണ്ടത് അതെല്ലാം അവർ അതുമാതിരി സെറ്റ് ചെയ്തേക്കും. അപ്പോൾ നമുക്കത് കണ്ടിട്ട് നമുക്കതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ അവരുടെ വെയർ ഹൗസ് ഉണ്ട് താഴെ, അപ്പോൾ അവിടെ പോയി നമുക്കത് വാങ്ങാം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ഭീകര ഒരു സംഭവമാണിത്. നമുക്ക് അകത്തൊന്നും കാണിക്കുന്നില്ല. നമ്മളിന്ന് ഷോപ്പ് ചെയ്യാനായിട്ട് വന്നതല്ല, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇവരുടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ചായയും പഴംപൊരിയും കഴിക്കാൻ. ചായ പഴംപൊരിയൊന്നും ഇല്ല. അവരുടെ സ്വീഡിഷ് മീറ്റ് ബോൾ, അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റംസ്. അപ്പോൾ ഇവിടെ ശരിക്കും ആൾക്കാർ ഷോപ്പിംഗ് എന്നതിനെക്കാട്ടി ഉപരി വന്ന് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനും ഒരു ഫാമിലി ടൈം അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത്. അതിനായിട്ടാണ് മെയിനായിട്ട് കുറേ പേര് അങ്ങനെ വരും. ഹെൽത്തി മാത്തു സ്റ്റെപ്പ് കയറി വരുന്നു. ഞാൻ അയ്യോ, എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റൂല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫർണിച്ചർ ഐറ്റംസ്, ഒരു കിച്ചൺ കാണിയല്ലേ. ഇതൊരു കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഫുള്ള് ഡൈനിങ് ഏരിയയും. ഇതുപോലെ അങ്ങ് വാങ്ങിച്ച്, ഇത് ഓരോ പ്രൊഡക്റ്റ് താഴെ വാങ്ങാൻ കിട്ടും. ഇനി ഇതുപോലെ വാങ്ങിച്ച് നമ്മളെ അടുത്ത് പോയി ഒരു കിച്ചൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റീരിയർ ഡിസൈൻ ഒന്നും വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, നമ്മുടെ കാസ്റ്റേണിൻ്റെ ഒരു പോട്ടാണ്. ഇതിൻ്റെയൊക്കെ വിലയൊക്കെ ഇതിൽ തന്നെ എല്ലാത്തിനും. ഇതൊരു €60, 6000 രൂപ വിലയുള്ളൊരു പോട്ട്. ഈ സ്റ്റൗ വാങ്ങാനായിട്ട് €300, അതായത് 30,000 രൂപ. പിന്നെ അത് എല്ലാത്തിൻ്റെയും ഈ പോട്ടുകളുടെ എല്ലാത്തിൻ്റെയും വില അവർ കൊടുത്തിട്ടുണ്ട്. ആ ക്ലോക്കിൻ്റെ വരെ കണ്ടോ, ക്ലോക്കിൻ്റെ വരെ വില അവിടെ കൊടുത്തിട്ടുണ്ട്. €10, 1000 രൂപ. അപ്പം നമുക്കിങ്ങനെ ഇത് കണ്ടിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ കിച്ചണും സെറ്റ് ചെയ്യാം. ഇതുപോലെ ലിവിങ് റൂമും ബെഡ്റൂമും ടോയ്ലറ്റും എല്ലാം അവർ ഇതുപോലെ സെറ്റ്. ഡീറ്റെയിൽ ആയിട്ട് വേറെ എപ്പിസോഡിൽ ഫുൾ എടുക്കാം. നമ്മളിന്നിപ്പോൾ വേറൊന്നും വാങ്ങാനൊന്നും പ്ലാനില്ല, അതിനുള്ള സമയമില്ല. അപ്പം ഞങ്ങൾ ഇന്ന് നേരെ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ഇതൊക്കെ സ്വീഡിഷ് ഐറ്റംസ് ആണ്. ഈ കടയ്ക്ക് പുറത്ത് ജർമ്മനിയിൽ ഈ സാധനങ്ങളൊന്നും അധികം കിട്ടാറില്ല. ഇക്കിയ അല്ലെങ്കിൽ ഐക്കിയ സ്വീഡിഷ് ആയതുകൊണ്ട് ഇവിടെയുള്ള കുറേ സ്വീഡിഷ് ലോക്കൽ പ്രൊഡക്ട്സ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. ഈ ബിസ്ക്കറ്റ് ഇതെല്ലാം പുറകിലെല്ലാം സ്വീഡന്റെ പരിപാടികളായിരിക്കും. ഇത് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യയിലും ഉണ്ട് കേട്ടോ നമ്മുടെ ഇക്കിയ. ബാംഗ്ലൂരുണ്ട്, ഹൈദരാബാദ് ഉണ്ട്, മുംബൈ ഉണ്ട്. അപ്പൊ അവിടെ മൂന്നിടത്തും പോയിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും. നാട്ടിൽ ഒത്തിരി പേര് അങ്ങനെ പോയിട്ട്, പോകാത്തവർക്ക് ഇതൊരു കാഴ്ചയായിരിക്കും. അതെ. ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിലോട്ട് പോകണം. ഇവിടെ സെൽഫ് സർവീസാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഒരു ട്രേ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം അതിൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് നേരെ കൗണ്ടറിൽ പോയി പേ ചെയ്ത് ഇഷ്ടമാതിരി സീറ്റിംഗ്, ഇവിടെ വലിയൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അവർക്ക്, ഒത്തിരിയും ഉണ്ട്. ഇനി ഒരു 1.5 മണിക്കൂറോടെ ഉള്ളൂ, അത് കഴിഞ്ഞ് കട അടച്ചിട്ട് പോകും. അതന്നെ, പെട്ടെന്ന് പോകാം. ഇപ്പോൾ ഇവിടെ ഡിന്നർ ടൈമൊക്കെയാണ്, അപ്പോൾ ഇച്ചിരി ആൾ കൂടുതലാണ്. എടുത്തോ. നമുക്ക് ഇതുമാതിരി ട്രേ എടുത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാം. ഒന്നും വേണ്ടല്ലോ. പച്ചമീനൊക്കെ അതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, കേക്ക് ഐറ്റംസ്, ഷുഗർ ഇതെടുക്കട്ടെ.
കൊള്ളാം. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, മുന്നേ ഇതല്ലായിരുന്നു. ഇത് ഡ്രിങ്ക്സ് സെക്ഷനാണ്. ഇത് ഈ താഴെ ഇരിക്കുന്ന ഇവിടുത്തെ ബിയറാണ്. ഇതെല്ലാം പച്ചവെള്ളം, സോഡ, ജ്യൂസ്. അങ്ങോട്ട് പോവാം. ആ മൊത്തൻ്റെ ഫേവറേറ്റ് ആണോ ഇത് ഷ്നിറ്റ്സൽ? ആ, ഇനി അപ്പുറത്ത് പോയി പേ ചെയ്യണം അല്ലേ? ഇവിടെ നമ്മുടെ മഷ്റൂം സൂപ്പ് ഉണ്ട്, ആ, നമ്മുടെ കൂണിന്റെ സൂപ്പ്. അപ്പൊ എനിക്ക് അത് മതി കേട്ടാ. പിൽസ് സൂപ്പ്. പിൽസ് എന്ന് പറഞ്ഞ മഷ്റൂം, സൂപ്പേ എന്ന് പറഞ്ഞ സൂപ്പ്, മഷ്റൂം സൂപ്പ്. തയ്യാറായി, കുറച്ചേ ഉള്ളൂ. ഇവിടെ ഇനി ഒരു മണിക്കൂറൂടെ ഉള്ളൂ അല്ല? 1.25 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നല്ലേ? ആ കഷ്ടം, 7:30 വരെയാ. എല്ലാവരും വാരിക്കൊണ്ട് പോയി, കുറച്ചേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ കോഫി മെഷീൻ. കുറേ ഓപ്ഷൻസ് ഉണ്ട്. കഫേ ക്രീം, മിൽക്ക് കോഫി, എന്താ ഹോട്ട് ചോക്ലേറ്റ് എല്ലാം ഉണ്ട്. നമ്മൾ കപ്പച്ചീനോ സെലക്ട് ചെയ്യും. ഇത് നമുക്ക് അൺലിമിറ്റഡ് കോഫിയാണ് ഇവിടെ. നമുക്ക് ഒരു തവണ പേ ചെയ്താൽ മതി. ഒരു കോഫിയുടെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് എത്ര കോഫി വേണമെങ്കിലും ഈ കപ്പിൽ അധികം കുടിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു തവണ പേ ചെയ്താൽ മതി. അതേ കപ്പിൽ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാം. ഞങ്ങളിതേ 3 കോഫി എടുത്തു, ഞങ്ങൾക്ക് 3 പേർക്ക്. ഇനി അടുത്ത് മാത്തൂനാണ്. മാത്തൂന് ഏതാ മാത്തു? എന്താണ് പരിപാടി? ഞാനൊരു സൂപ്പും നമ്മുടെ ഒരു പുഡിങ്ങും. ശംഖു എന്താടാ? ഞാനൊരു വാഫിൾസ് എടുത്ത് ഒരു വനില സോസൊക്കെ ഇട്ട്. പിന്നെ ഇത് എൻ്റെ കേക്കിന്റെ പേര് ഞാൻ മറന്നു, എന്തോ ഒരു കേക്കാണ്, ആൽമണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു മേളിൽ. പിന്നെ ഒരു കോഫി. എൻ്റെ കോഫിയിൽ ഒരു പ്രാണി. ആ, കോഫി എത്ര വേണമെങ്കിലും എടുക്കാം. കോഫിക്ക് ഒരു കപ്പ്. അതിലൊരു തേനീച്ച കൊടുത്തുണ്ട്. തേനീച്ച കോഫി. ഹാപ്പി ആയില്ലേ? മാത്തുമാണ് കാര്യമായിട്ട് വിളവെടുത്തിരിക്കുന്നത്. ഞാനൊരു ബ്രെഡ് മറ്റേ കുറച്ച് ലീഫ് വെച്ചുണ്ട്, എന്നിട്ട് ഹോട്ട് ചോക്ലേറ്റ്, പോമസ്, ഫ്രഞ്ച് ഫ്രൈസ്, ലെമൺ, ഒരു ഫ്ലാഗ് വെച്ച്, മെയിൻ ഐറ്റം പറയില്ല, ചിക്കന്, സ്നിറ്റ്സൽ. സ്നിറ്റ്സൽ ജർമ്മനാണ്, എന്നിട്ട് കേക്ക്, ഓസ്ട്രിയ ജർമ്മനി ഐറ്റമാണ്. ഇത് വേണ്ടേ? ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ചോറും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് വയറിറങ്ങി. റോസ്റ്റഡ് നട്ട്സ് വാങ്ങിച്ചില്ലേ? ആ, അത് അപ്പം ഹെൽത്ത് കോൺഷ്യസ് അല്ലേ? ആ, ആൽമണ്ട് ഒക്കെ വീട്ടിൽ കളിക്കാൻ ഇവിടെ ശരിക്കും പറഞ്ഞാല് നമ്മളെപ്പോഴും ഈ ഷോപ്പിങ്ങിന് പകരം ഇങ്ങനെ വന്നിരിക്കാനാണ് പറഞ്ഞത് ഇവിടെ മെയിനായിട്ട്. എനിക്ക് ഇവിടുത്തെ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് പൊട്ടറ്റോ സൂപ്പാണ്. ഇത്തവണ അത് ആദ്യമായിട്ടാണ് ഞാൻ മഷ്റൂമിൻ്റെ സൂപ്പ് കഴിക്കണം. ഇതാണ് എൻ്റെ കോഫി. കോഫി എന്ന് പറഞ്ഞാൽ കപ്പുച്ചീനോ. ഇവിടെ ഒന്നും കിട്ടാത്തതുകൊണ്ട് കുടിക്കുന്നതേ ഉള്ളൂ. നാട്ടിൽ അടിച്ച ചായയൊക്കെ ഇങ്ങനെ നമ്മൾ മനസ്സിലോർത്ത് കണ്ണടച്ച് ഈ കപ്പുച്ചീനോ കുടിക്കും. എനിക്കും കോഫി അത്ര ഇഷ്ടമല്ല, എനിക്ക് ചായയാണ് ഇഷ്ടം. അതെ, പിന്നെ കോഫി കിട്ടും. അതെ, നാട്ടിൽ ചായയും പഴംപൊരിയും വടയൊക്കെ കഴിക്കുന്ന സമയത്ത് കോഫി. മാത്തൂൻ്റെ കുറച്ച് പോംസ് അടിച്ച് മാറ്റട്ടെ. പോംസ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്. മാത്ത് തന്നെടുത്തോ? മാത്ത് തരും പ്ലീസ് മാത്തു താ. ഓ, മനസ്സില്ല മനസ്സോടെ പൈസ വേണം. €1. പോംസ് സൂപ്പിൽ മുഖത്തി വ്യത്യസ്തമായ ആചാരങ്ങൾ. അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് പോമസ്. ആ, അതെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയുണ്ട് മാത്തു ഷ്നിറ്റ്സൽ? ഈ ഷ്നിറ്റ്സൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ചിക്കനാണ് സംഭവം. ചിക്കൻ്റെ പുറത്ത് 2-3 ലെയർ ഉള്ളതാണ്. ബ്രെഡ് ക്രംസ് ഉണ്ട്, കോൺഫ്ലോർ ഉണ്ട്, മുട്ടയുണ്ട്. ചിക്കൻ ശരിക്കും വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് അടിച്ച് പരത്തി, ചിക്കന് ഈ എല്ലില്ലാത്ത പീസ് ബ്രസ്റ്റ് പീസ് അടിച്ച് പരത്തിയിട്ട് അതിനകത്ത് ആദ്യം മുട്ടയിൽ മുക്കും, എന്നിട്ട് കോൺഫ്ലോറിൽ മുക്കും, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കും, എന്നിട്ട് എണ്ണയിൽ പൊരിക്കുക. അതാണ് സംഭവം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിൻ? ഓസ്ട്രിയ അല്ലേ? ഓസ്ട്രിയാണ് ഇതിൻ്റെ ഒറിജിൻ. ഇതിന് ശരിക്കും പറയണ പേര് വീനർ ഷ്നിറ്റ്സൽ എന്നാണ്. വിയൻ എന്ന് പറഞ്ഞാൽ വിയന്ന, ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ. അവിടെ നിന്നാണ് ഇതുണ്ടായത്. ഒരു ഗോൾഡൻ കളറാണ്. ഇവിടെ ഇത് ഭയങ്കര
ഈ ജർമ്മൻസിൻ്റെയൊക്കെ ഒരു ലഞ്ചിന് യൂസ് ചെയ്യുന്ന മെയിൻ സംഭവമാണ് ഷ്നിറ്റ്സൽ. ചിലർ ഷ്നിറ്റ്സൽ റൈസ് കൂടെ യൂസ് ചെയ്യും, ചിലർ പോമസ് യൂസ് ചെയ്യും. എനിക്കിത് വലിയ താല്പര്യമില്ല. എനിക്കും വലിയ താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റേ നഗറ്റ്സിന്റെ ഒക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചോറും ചമ്മന്തിയും പരതോരനൊക്കെയാണ് ഞങ്ങൾക്ക് താല്പര്യം. എന്താ മാത്തു പറഞ്ഞു? മാത്തു എന്ത് പറഞ്ഞു? സ്കൂളിൽ എനിക്ക് ഊഗാസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഊഗാസിന്റെ ഫുൾ വേർഡ് ഇടുന്നില്ല. അത് ആഫ്റ്റർനൂൺ കെയർ. ആഫ്റ്റർനൂൺ കെയർ. എന്നിട്ട് അത് അവിടെ നമ്മൾ കുറേ സാധനങ്ങൾ കഴിക്കും, അച്ഛൻ്റെ ഫുഡ് അല്ലാതെ. വീട്ടിൽ ചില സമയത്ത് ഇവന് എരിവ് ഇച്ചിരി ഒരു പ്രശ്നമുണ്ട് ചില സമയത്ത്. അപ്പോൾ ആ സമയത്ത് അവന് അവിടുത്തെ ഫുഡാണ് ഇഷ്ടം. എന്നിട്ട് അവിടെ ഒരു ദിവസം കുറേ ദിവസം ഫിനോസ് ഉണ്ടായിരുന്നല്ലേ? മാത്തൂന് ഇവിടുത്തെ ഫുഡാണ്. മാത്തൂന് ഇവിടുത്തെ ഫുഡാണ് മാത്തു ഇവിടുത്തെ ഫുഡാണ് മെയിനായിട്ട്. ഞങ്ങൾക്ക് 3 പേരും ചോറും ചമ്മന്തിയും പരവരനുമാണ്. അതെ, ആ ഇവിടുത്തെ അനൗൺസ്മെന്റ് ഒക്കെ വന്നു, അടച്ചിട്ട് പോകുന്നു, പെട്ടെന്ന് കഴിച്ചിട്ട് വെക്കണം. നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് അരമണിക്കൂർ കൂടെ വന്നു, 8 മണി വരെ ഉണ്ട്. ഇത് 7:30 ക്ലോസ് ചെയ്യും. അപ്പം ഞാൻ എൻ്റെ എന്താണ് നമ്മുടെ ഒരു പുഡിങ് വാങ്ങിച്ചായിരുന്നു, നോക്കട്ടെ. പുളിപ്പാണല്ലേ? എനിക്ക് കണ്ടപ്പോൾ തോന്നിയായിരുന്നു. മധുരം കുറവാണ്. ഒരു ക്രീമും പിന്നെ നമ്മുടെ ആപ്പിളാണ് സംഭവം. ഇതാണ് റൈസ് പുഡിംഗ്. കൊള്ളാം. ചെറിയൊരു പുളിപ്പ്. മാത്തു കഴിച്ചോ? ഇത് കടകടക്കാന്ന് വിളിച്ച് പറഞ്ഞു. ഇല്ല, അരമണിക്കൂറോടെ ഉണ്ട്. അരമണിക്കൂറുണ്ട്. അവർ പറഞ്ഞത് അരമണിക്കൂറോടെ ഉള്ളൂ. പിന്നെ ഇതൊരു കഫേ കൾച്ചറാണ്. എപ്പോൾ ആരും എണീറ്റ് പോകാൻ പറയില്ല, എത്ര തവണ പോലെ ഇരിക്കാം, കഴിച്ചോണ്ടിരിക്കാം, ഫുഡ് വാങ്ങിച്ച് ഇങ്ങനെ അതേം പറഞ്ഞോടെ ഇരിക്കാം. ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പം ഏകദേശം ഒതുങ്ങിയല്ലേ, ഇവിടെ അധികം ആൾക്കാരില്ല. നമ്മൾ 1-2 ടേബിളൊക്കെ ഉള്ളൂ. നമുക്ക് നമ്മൾ തന്നെ കൊണ്ടുവച്ചതുപോലെ എടുത്തോണ്ട് പോകണം. അതെ, വെയിറ്റേഴ്സ് ഒന്നുമില്ല, ആരും വരില്ല. കണ്ടോ ഈ എഴുതി വെച്ചിരിക്കുന്നതിന് മീനിങ് മനസ്സിലായോ? എന്താ മീനിങ്? അത് മേലെ എഴുതിയിരിക്കുന്നത് സ്വീഡിഷിലാണ്. എൻജോയ് യുവർ ഫുഡ് എന്നാണ്. മനസ്സിലായോ? പിന്നെ ഞാൻ പണ്ട് സ്പാനിഷ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. എൻജോയ് യുവർ ഫുഡ് എന്നാണ്. ഇത് പ്ലേറ്റ് വെക്കാനുള്ള സ്ഥലത്തിലേക്കുള്ള യാത്ര. ഇത് കഴിഞ്ഞ് നമ്മൾ ചെടി വാങ്ങാൻ പോകുന്നുണ്ടല്ലേ? നോക്കാം, കുറച്ച് സമയം കൂടെ ഉണ്ട് അതിനിടയിൽ. ഇത് നമ്മൾ ഈ ബെൽറ്റിലങ്ങ് വെച്ചു കൊടുത്താൽ മതി. അപ്പനും മോനും കൊണ്ട് ടോയ്ലറ്റിൽ പോയിക്കോ. ഇനി ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു സെക്ഷനുണ്ട്, അങ്ങോട്ടൊന്ന് പോകണം. മാത്തൂന് കുറച്ച് ദിവസമായിട്ട് പ്ലാന്റ് വേണമെന്നും പറഞ്ഞ് ബഹളം. എന്നാൽ പിന്നെ ഒരു നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗത്തൊന്ന് പോയി നോക്കിയിട്ട് നമ്മൾ ചെടിയുടെ സെക്ഷൻ എത്തി. ഇതിപ്പോൾ ഒറിജിനൽ ഏതാണ് പ്ലാസ്റ്റിക് ഏതാണെന്ന് മനസ്സിലാവില്ല. നമുക്ക് പോയി നോക്കാം. ഇത് ഒറിജിനലാ, നമ്മുടെ കറ്റാർ വാഴ. കറ്റാർ വാഴ ഇവിടെയാണ് സംഭവം. എക്ട് പ്ലാന്റ്സ്, എക്ട് എന്ന് പറഞ്ഞാൽ റിയൽ. മാത്തൂൻ്റെ ബുക്കുണ്ടല്ലോ. ഇവിടാണ് റിയൽ പ്ലാന്റ്സ്. ഇത് ഓറഞ്ച് ചെടിയാണ്. ഇത് കണ്ടുപിടിച്ചു, ഇതാണ് ചെടി അല്ലേ? ഇതിന് 40 രൂപ. അത് നമ്മുടെ നാട്ടിൽ മുറ്റത്തൊക്കെ നിൽക്കുന്ന അതേ സാധനം അല്ലേ? ഈ ഒരു ചെടിയുടെ വില 40 യൂറോ, അതായത് 4000 രൂപയാണ് ഒരു ചെടിയുടെ വില. കുറച്ച് സാധനമൊക്കെ മേടിച്ച്, സാധനമല്ല പ്ലാന്റ്സ്. മാത്തു ഹാപ്പിയായി. ഞാനൊരു കറ്റാർ വാഴ വാങ്ങി. ഇനിയിപ്പോൾ നേരെ ബില്ലിംഗ് ആണ്. മാത്തുവാണ് ബില്ല്. എൻ്റെ കറ്റാർ വാഴ തള്ളിയിടല്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലേ? ചെടികളൊക്കെ കുറച്ച് വാങ്ങി, വയറ് നിറഞ്ഞ് കുറച്ച് ചെടികളും വാങ്ങി. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചങ്ങ് വീട്ടിൽ പോവാം. ഇവിടുന്ന് അടുത്താണ്, 15 മിനിറ്റേ ഉള്ളൂ ഞങ്ങൾക്ക് വീട്ടിലോട്ട്. മാത്തു പിന്നെയും കുറച്ച് ടോയ്സിൻ്റെ അടുത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്. മാത്തൂന് അങ്ങോട്ട് ഐക്യം ഇറങ്ങാൻ ഭയങ്കര വിഷമമാണ് മാത്തൂന്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് പിന്നെയും കാണാം. മാത്തു ബൈ പറഞ്ഞോ.